ഭാരതാംബ ഒരു മതത്തിന്റെയും ചിഹ്നമല്ല. ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകുമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചത് 2025 ജൂലൈ 4-ന് അത് ആർക്കൈവ്സിൽ റെക്കോർഡിക്കലായി രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും റിപ്പോർട്ടർ അടക്കം റിപ്പോർട്ട് ചെയ്തതുമാണ്. അത് എവിടെയാണ്, ഏത് കേസാണെന്ന് കൂടി പറയാം. കേരള സർവകലാശാലയിലെ ഭാരതാംബ വിവാദത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ഹർജിയിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ഒരു പരാമർശം നടത്തിയത്. അങ്ങനെ ഒരു പരാമർശം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അതേ കാര്യങ്ങൾ, അതേ വാദങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. അപ്പോൾ അതിന്മേലുള്ള വസ്തുതയില്ലായ്മ എന്താണ് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും. 11 രാജ്യങ്ങൾ ഉൾപ്പെട്ട ഒരു ഭൂപടത്തിന് മുന്നിലിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ ഭാരതാംബ എന്ന് പറയുന്നത് എന്ന രീതിയിലുള്ള വ്യാഖ്യാനത്തോടും ഞാൻ യോജിക്കുന്നില്ല. അവിടെ ആ വേദിയിൽ അഭിഭാഷക പരിഷത്താണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. ഹൈക്കോടതി ഓഡിറ്റോറിയം, ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് കൃത്യമായ അനുമതി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ അഭിഭാഷക സംഘടനകൾക്കും ഒരേ രീതിയിലുള്ള അവകാശമുണ്ട്. DYFI ആയതുകൊണ്ട് അവിടെ പ്രത്യേക അവകാശങ്ങളൊന്നും ഉണ്ട് എന്നുള്ളതല്ല. അവിടെ ഇപ്പോൾ ഭാരതീയ അഭിഭാഷക പരിഷത്താണ് പരിപാടി ഇന്നലെയായിരുന്നു സംഘടിപ്പിച്ചത്, ദേശീയ നിയമ ദിനവുമായി ബന്ധപ്പെട്ട്. അവിടെ ഈ പരിപാടിയിൽ ഗവർണർ സംസാരിച്ച വിഷയം എന്താണെന്ന് കൂടി പറയാം. ഭരണഘടനയിലെ സാംസ്കാരിക ദേശീയത, അതുമായി ബന്ധപ്പെട്ടാണ് ഭാരതാംബയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പരാമർശിച്ചു പോയത്. പിന്നെ ജഡ്ജസ് ആ പരിപാടിയിൽ ഇരുന്നില്ല, വേദിയിലിരിക്കാതെ ബോധമുള്ളവരൊക്കെ താഴെ ഇരുന്നു, അല്ലെങ്കിൽ ബോധമുള്ളവരൊന്നും അവിടെ ഇരുന്നില്ല എന്നൊക്കെയുള്ള ആ പരാമർശത്തോടും ഞാൻ യോജിക്കുന്നില്ല. ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം അവിടെ എത്തുകയും പ്രസംഗിക്കാൻ നിശ്ചയിക്കപ്പെട്ടിരുന്ന ആളുകൾ ഭാരതീയ അഭിഭാഷക പരിഷത്തിന്റെ പരിപാടികളാണ്, അല്ലാതെ ജഡ്ജിമാർ അംഗമായ ഒരു സംഘടനയുടെ പരിപാടിയല്ല അവിടെ നടന്നത്.